ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതുപോലുള്ളൊരു വയൽ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള കണ്ടല്ലേ നല്ല വ്യൂ ആണ് കേട്ടോ. അതും ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു 41 സെൻറ്റ് സ്ഥലം. അത് നോക്കാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അല്ലേ, നല്ല അടിപൊളി വ്യൂ ആണ്. രാവിലെ വാക്കിങ്ങിന് ഇറങ്ങിയ സമയം സൂപ്പർ വ്യൂ ആണ്. ഇതിപ്പോൾ വണ്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡ് നല്ല വീതി കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റബ്ബറൈസ്ഡ് റോഡാക്കാൻ പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ വ്യൂ. ഫ്രണ്ടേജ് മൊത്തം നോക്കിയാൽ നല്ല വ്യൂ ആണ്. ഈ എല്ലാ കംപ്ലീറ്റുള്ള ഈ വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. എവിടെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഈ ഒരു പോർഷൻ ഏകദേശം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് എൻ്റെ പോർഷൻ കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ തൊട്ട് ആ സൈഡിലേക്ക് ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് എൻ്റെ ഒരു കംപ്ലീറ്റ് നമുക്ക് വ്യൂ കിട്ടും. ഇതൊക്കെ ഈ പാടത്തിൻ്റെ വ്യൂ കിട്ടും ഇങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിതാ ഇവിടെ കാറ് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്താണ് ഇവിടെ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗേറ്റ് എങ്ങോട്ടേക്കാണെങ്കിൽ മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് നമുക്കിപ്പോൾ ഇത് ബസ് റൂട്ടാണ്. ഇതാണല്ലേ ഈ ഒരു ഫ്രണ്ടേജ്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇവിടെ ഫൗണ്ടേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. മേലേക്ക് കമ്പി വേലിയുടെ ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അല്ലേ വ്യൂ നോക്കിക്കേ, എന്നാ സൂപ്പർ വ്യൂ ആണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല വ്യൂ കിട്ടും. ഇതാ ഇവിടെ ചെറിയൊരു ഷെഡുണ്ട് അതിനകത്ത്. ഇതാണ് ഇതുവരയ്ക്കും ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും ദൂരം ഇതിൻ്റെ ഫ്രണ്ടേജാണ്. ഫ്രണ്ടേജ് ഏത് വരെ വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ ഇവിടെ നിന്നൊരു വഴിയും കൂടി ഉണ്ട്. അങ്ങനെ നേരെ നമുക്ക് കുറച്ചൊന്ന് ചെരിഞ്ഞിട്ട് മേലേക്ക് കയറിയിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഈ ഒരു പില്ലർ ഇവിടെ കൊടുത്തിട്ടുള്ള ഇതാണ് ഇതിന് ലാസ്റ്റ് എൻഡ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് സൂപ്പർ വ്യൂ അല്ലേ. ഇത്രയും നമുക്ക് ഫ്രണ്ടേജ്, നല്ല റോഡ് ഫ്രണ്ടേജും അതുപോലെ തന്നെ പാടി ഫീൽഡിൻ്റെ നല്ല ഫ്രണ്ടേജും കിട്ടുന്നത്. ഇതിൽ വർഷത്തിൽ 3 പ്രാവശ്യം ഇവിടെ കൃഷി നടത്തുന്നുണ്ട്. എല്ലാ ടൈമും നമുക്ക് ഗ്രീൻ ആയിട്ട് ഇങ്ങനെ പാടം നല്ല ഗ്രീനായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഈ വ്യൂ ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഒരു വീട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് നല്ല രീതിയിലുള്ളൊരു വ്യൂ നമുക്ക് കണക്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള വ്യൂ വരിക. ഇവിടെ നമുക്ക് ബോർവെല്ലുണ്ട്. ഒരാൾ നോക്കാനും പിടിക്കാനൊന്നും ഇപ്പോൾ ആരുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള 1-2 മാവുണ്ട്. ഇതേപോലെയാണ് ബോർവെല്ല് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാനുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ആ പാടത്തിൻ്റെ വ്യൂ കാണാനുണ്ടോ ഈ ഭാഗത്തേക്കൊക്കെ ആയിട്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ ഇതിനകത്തൊരു എന്താ പറയുക, ഈ ഷെഡിനകത്ത് അവർ കൊപ്രൻ്റെയോ കാര്യങ്ങളൊക്കെ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ചെറിയ കമ്പനി പോലെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് നിലനിർത്താം, ഇല്ലേ പൊളിച്ച് കെട്ടിയിട്ട് നല്ലൊരു വീടായിട്ട് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. കണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ്. ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കി കണ്ടല്ലേ, ഇതിനകത്ത് കയറുമ്പോഴുള്ള ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 പേർക്ക്, ഇപ്പോൾ 2 ബ്രദേഴ്സിന് വേണമെങ്കിൽ ഇവിടെ വീട് എടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട് ഇതിൻ്റെ ഇതുള്ളത്. ഇതിനുള്ളിലുള്ള കാര്യം എങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഓക്കെ, അകത്ത് ഈ രീതിയിലുള്ള മൊബൈൽ കയ്യിൽ നിന്ന് വിട്ടാൽ പോയി. ഓക്കെ, ഇതിനകത്ത് മെഷീനറി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊപ്രയുടെ ആട്ടേൻ്റെ പൊടിച്ചതിൻ്റെയൊക്കെ മെഷീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മില്ല് തുടങ്ങാനായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പറ്റും. ഓക്കെ, ഇത് പറളിയിലാണ് വരുന്നത്. പാലക്കാട് നിന്ന് പറളി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മെയിൻ ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. കമ്പ വള്ളിക്കോട് പോകുന്ന റൂട്ടിലാണ് ഇത് വരുന്നത് കേട്ടോ. വില്യങ്കാടിൻ്റെ അടുത്തായിട്ട് വരും ഈ പ്രോപ്പർട്ടി. ഇതാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ എൻട്രി കണ്ടല്ലേ, ഇത്രയും ഒരു ചെറിയൊരു ഹൈപ്പ് ഇങ്ങനെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വഴിക്ക് വേണമെങ്കിൽ വണ്ടി കയറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷെഡ് ഇരിക്കുന്ന ഭാഗത്തേക്ക് വേണമെങ്കിൽ ഒരു ബ്രദറിന് വീട് വെച്ചിട്ട് ഇനി ഒരാൾക്ക് ഇതവിടെ മേലെ വേണമെങ്കിൽ വീട് വയ്ക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് നേരെ മേലേക്ക് കയറുന്ന ഒരു വഴി. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് കാണാം കേട്ടോ. ഏറ്റവും ടോപ്പിലെത്തിക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതൊക്കെ ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി ഏരിയ അവിടെ വരുന്നത്. ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ 41 സെൻറ്റ്. ശരിക്കും ഡോക്യുമെൻ്റ് പ്രകാരം 46 സെൻറ്റ് സ്ഥലമാണുള്ളത്. അതിൽ അളന്ന് കിട്ടുന്ന സെൻറ്റിന് 2 ലക്ഷം രൂപ അവർ ചോദിക്കുന്ന പ്രൈസാണ്. നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ഇതാണ് ബൗണ്ടറി വരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഉള്ള വ്യൂ നോക്കിയാൽ ഈ ഷെഡും ഈ ചെറിയ ചെറിയ മരങ്ങളൊക്കെ അല്ലെങ്കിൽ നോക്കിയാൽ
അടിപൊളി വ്യൂ ആണ് കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പോൾ ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നിന്നൊക്കെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതാ ഇവിടെ കണ്ടല്ലേ, എന്ത് സൂപ്പറായിട്ടാണ് നോക്കിയാൽ ഏരിയ. ഇവിടെ നിന്ന് ഇങ്ങനെ ഹൈറ്റിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ടില്ല, ഇവിടെ നിന്ന് നമുക്ക് ആ എൻട്രി ഉണ്ട് പറഞ്ഞില്ല, ആ വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ടോട്ടലായിട്ട് കിടക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരാം, ഈ വഴി കൊടുത്താണ്ടോ. ഇവിടെ ഇത് ഫൗണ്ടേഷൻ കെട്ടി മതിലൊക്കെ കെട്ടിയിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഈ ഭാഗത്തേക്ക് ഒരു വീട് കെട്ടിയിട്ട് ഇവിടേക്ക് മേലേക്ക് വേണമെങ്കിൽ ഒരു വീട്, 2 ബ്രദേഴ്സിന് ഇതിനുള്ളിൽ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വ്യൂ ആയിരിക്കും. കാരണം ഈ ഭാഗത്തേക്ക് വീട് ബാക്കിലേക്കായിട്ട് എടുക്കുക മേലെ നിന്ന്, എന്നിട്ട് താഴെയൊക്കെ ഗാർഡനിങ് കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരിക്കും. സൂപ്പറായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ കണ്ട പ്രോപ്പർട്ടി കണ്ടല്ലോ, എല്ലാവരും അടിപൊളി പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ ഒരു വയലിൻ്റെ സൈഡിൽ വീട് വേണമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് പറ്റിയൊരു അടിപൊളി പ്രോപ്പർട്ടി കേട്ടോ, അതിൽ ഡൗട്ടേ ഇല്ല. ബാക്ക് സൈഡിൽ മൊത്തം വയലുകളാണ്, നമുക്ക് കാണുന്നുണ്ടാവും അല്ലേ, ബാക്ക് സൈഡിൽ മൊത്തം വയലാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഞാൻ പറഞ്ഞു ആദ്യമേ, അളന്ന് കിട്ടുന്ന സെൻറ്റിന് ഇതിൽ 46 ഡോക്യുമെൻറ്റിലുള്ളത്, പക്ഷേ അതിൽ കുറവായിരിക്കും അവരെ പറയുന്നുണ്ട്. അപ്പോൾ അളന്ന് കിട്ടുന്ന സെൻറ്റിന് വന്നിട്ട് 2 ലക്ഷം രൂപ ചോദ്യമാണ്, നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, നമുക്ക് അതിനുള്ള ഡീറ്റെയിൽസൊക്കെ ചെയ്യാം. അപ്പോൾ ഓണറായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഡീലാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.